ഹായ് നമസ്കാരം. നമ്മളെ സിനിമാ നടൻ സുരേഷ് ഗോപിയെക്കുറിച്ച് വല്ല വിവരങ്ങൾ വല്ലതും ഉണ്ടോ? അദ്ദേഹത്തെ കാണാനോ കേൾക്കാനോ വല്ലതും ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ ആ പുതിയ വിശേഷങ്ങളും പുതിയ സ്റ്റൈലും ഡയലോഗുകളും വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? ഈ അവസാനം ഇന്നലെയായിട്ട് അദ്ദേഹം പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് നമ്മളെ ശശി അണ്ണൻ്റെ വിദേശയാത്രയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് നമ്മുടെ സുരേഷ് ഗോപി ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി, ഫിലിം സ്റ്റാർ, സൂപ്പർ സ്റ്റാർ ഷിഡ് ഗോപിയുടെ എന്തെങ്കിലും ഡയലോഗുകളൊക്കെ ഇങ്ങനെ കിട്ടാൻ വേണ്ടി നോക്കിയിരുന്നപ്പോൾ കാണാം നമ്മളെ ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ട വിദേശയാത്രയുടെ കാര്യങ്ങളുമായിട്ട് പത്രക്കാരുടെ ചോദ്യത്തിന് നമ്മുടെ സുരേഷ് ഗോപി ചില മറുപടികൾ പുറത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പുതിയ വിശേഷങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിലെ എംപിയെ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് BJP സർക്കാരിൻ്റെ നയങ്ങൾ വ്യക്തമാക്കുന്നതിന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയങ്ങൾ വ്യക്തമാക്കുന്നതിന് പറഞ്ഞയക്കുന്നത്? ഒരു കോൺഗ്രസ് MPയെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായോ എന്നാണ് ആ ചോദ്യത്തിന് ധ്വനിയും ഉത്തരവും എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ശശി തരൂർ കാലിബറുള്ള, കഴിവുള്ള, ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, ഒരു വിദേശ രാജ്യങ്ങളിൽ നയതന്ത്രപരമായിട്ട് ഇടപെടാൻ കാലിബറുള്ള ഒരു നേതാവാണെന്ന് ലോകത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ ജനങ്ങൾക്കും അറിയാം, കേരളത്തിലെ മുഴുവൻ വോട്ടർമാർക്കും അറിയാമെന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം നിൽക്കുന്ന പ്രസ്ഥാനവും അദ്ദേഹം പാർലമെൻറ്റ് MP ആയതും അദ്ദേഹം വളർന്നു വന്നതുമെല്ലാം കോൺഗ്രസിൻ്റെ ലേബലിലാണ്, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെയാണ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിൻ്റെ ലേബലിൽ, കോൺഗ്രസിൻ്റെ പ്രസ്ഥാനത്തിലൂടെ, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ശശി തരൂരിനെ BJP എന്ന് പറയുന്ന സർക്കാർ വിദേശ രാജ്യങ്ങളിൽ വിശദീകരണത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ചില കാര്യങ്ങളുടെ ചുമതല വഹിക്കാൻ കോൺഗ്രസ്സുകാരനെ ചുമന്നുകൊണ്ട് നടക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്നാണ് നമ്മുടെ ഫിലിം സ്റ്റാറായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി എന്ന് പറയുന്ന ഷിഡ് ഗോപിയോട് പത്രക്കാർ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ രസാവഹമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിവുള്ള നേതാക്കന്മാരെ കൊണ്ടു നടക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു നയമാണെന്നാണ്. അപ്പോൾ അത് ഏത് പാർട്ടിയിലുള്ളതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളെ ചുമക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണെന്ന് സുരേഷ് ഗോപി സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും ഏവനായിരുന്നാലും കുഴപ്പമില്ല, ഞങ്ങളിൽ അതിന് പറ്റുന്ന ആളില്ലാത്തത് കൊണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. അതായത് ശശി തരൂരിനെ പോലുള്ള കോൺഗ്രസ്സിലെ ഉന്നത നേതാക്കന്മാരെ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ദൗർലഭ്യം എന്ന് പറയുക, അതിന് ആ ലീഡർഷിപ്പിൻ്റെ ദൗർലഭ്യം കുറവുള്ളത് കൊണ്ട് കോൺഗ്രസ്സിൽ നിന്നോ മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്നോ ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ BJPക്ക് നല്ല നേതാക്കന്മാരെ കുറവുണ്ട്, മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരെ ആവശ്യമുണ്ട് എന്ന് സുരേഷ് ഗോപി പറയാതെ പറഞ്ഞ് സമ്മതിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഷിഡ് ഗോപി അതിനെന്താ കുഴപ്പം എന്നാണ് തിരിച്ച് പത്രക്കാരടുത്ത് ചോദിച്ചത്. കുഴപ്പമില്ല, ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് താങ്കൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ മതിയായ ക്വാളിറ്റിയുള്ള നേതാക്കന്മാരില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി എന്നുള്ളതാണ്. ശശി തരൂരിനെ നിങ്ങൾ വാടകയ്ക്ക് അല്ലെങ്കിൽ ദിവസക്കൂലിക്ക് അല്ലെങ്കിൽ മാസക്കൂലിക്ക് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ബേസിക്കിൽ നിങ്ങൾ ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസ്സിലെ MPയെ നിങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് ജനങ്ങൾക്ക് ബോധ്യമായി നിങ്ങളുടെ പാർട്ടിയിൽ ശശി തരൂരിനെ പോലെ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഉള്ളതുപോലുള്ള തലയെടുപ്പുള്ള, കാലിബറുള്ള, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നേതാക്കന്മാരില്ല എന്ന് നിങ്ങൾ പറയാതെ പറയുക മാത്രമല്ല, ജനങ്ങൾക്ക് അത് ബോധ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സുരേഷ് ഗോപി ആ കാര്യം പറയാതെ പറഞ്ഞ് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സമ്മതിച്ച ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇനിയും അതുപോലുള്ള പല നേതാക്കന്മാരെയും ഞങ്ങൾ എടുക്കുമെന്നാണ്
ഷിഡ് ഗോപി പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ഇനിയും അതുപോലുള്ള നല്ല നേതാക്കന്മാർ വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ശശി തരൂർ കോൺഗ്രസിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മുഖച്ഛായ ആയിട്ടുള്ള, അല്ലെങ്കിൽ ദേശീയ പ്രസിഡൻ്റായിട്ട് വരെ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്ത ഒരു വ്യക്തിയാണ് ശശി തരൂർ എന്ന് പറയുന്ന ആൾ. ആ പാർലമെൻറ്റേറിയനെ ഇന്ന് BJP ചുമന്നുകൊണ്ട് നടക്കുകയാണ്. തോളിൽ 2 തോളിലായിട്ട് ഇങ്ങനെ ശശി അണ്ണൻ്റെ ചുക്കദശയാണ്. ഈ ശശി അണ്ണനെ ഇങ്ങനെ 2 തോളിലായിട്ട് ഇന്ന് BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ചുമന്നുകൊണ്ട് നടക്കുന്നു എന്ന് വേണം പറയാൻ. എന്തുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഷിഡ് ഗോപിയെ വിദേശ രാജ്യങ്ങളിലൂടെ പര്യടന പട്ടികയിലേ ഉൾപ്പെടുത്തിയില്ല, ആ പേര് പോലും ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ എന്തുകൊണ്ട് നിയമിച്ചില്ല? വിദേശ രാജ്യങ്ങളിൽ പോയി നല്ലതായിട്ട് സംസാരിക്കാൻ അറിയാം. മാത്രമല്ല ഫിലിമിലൊക്കെ നല്ല സംസാരിച്ച് ആക്ഷനൊക്കെ കാണിച്ച് സംസാരിക്കാൻ അറിയാവുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഫിലിം സ്റ്റാറിനെ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സിന്ദൂർ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ കേരളത്തിൽ നിന്നുള്ള BJPയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയെ ക്ഷണിച്ചിട്ടില്ല, കൊണ്ടുപോയിട്ടില്ല, ഏർപ്പാട് ചെയ്തിട്ടില്ല, ആ ലിസ്റ്റിൽ പേര് പോലും ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സുരേഷ് ഗോപിക്ക് നല്ലവണ്ണം ആക്ടിംഗ് ഒക്കെ ചെയ്ത് സംസാരിക്കാൻ വളരെ ഭംഗിയായിട്ട് അറിയാം. കാരണം എന്ന് പറയാൻ സിനിമയിലൊക്കെ ആക്ട് ചെയ്ത് സംസാരിക്കും പോലെ നമ്മളെല്ലാം TV-യിലും ചാനലിലും എല്ലാം കണ്ടതാണ്. പാർലമെൻറ്റിലും രാജ്യസഭയിലും എല്ലാം പോയി സുരേഷ് ഗോപി നമ്മളെ ജോൺ ബ്രിട്ടാസ് MP-യോടും പല മറ്റ് MP-മാരോടുമൊക്കെ എല്ലാം കസർത്ത് ആക്ഷനൊക്കെ കാണിച്ച് കൈയൊക്കെ ചൂണ്ടി വളരെ ആക്ഷനൊക്കെ കാണിച്ച് സംസാരിക്കാൻ അറിയാമെന്നുള്ള സുരേഷ് ഗോപിയെ പോലും BJP സർക്കാർ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പാർട്ടിക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി പാകിസ്ഥാനുമായിട്ടുള്ള ഫൈറ്റ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. പകരം കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശശി തരൂരിനെയാണ് അവർക്കിഷ്ടം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പത്രക്കാർ ഇൻഡയറക്റ്റായിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഉള്ളിൽ ജാള്യത മറച്ചു വെച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു, കോൺഗ്രസ് പോലുള്ള ഒരു മഹാപ്രസ്ഥാനത്തിലെ തലപ്പഴക്കമുള്ള, അല്ലെങ്കിൽ മെയ് വഴക്കുള്ള, അല്ലെങ്കിൽ ആരാധ്യനായിട്ടുള്ള ഇൻ്റലിജൻ്റ് ടെററായിട്ടുള്ള പല നേതാക്കന്മാരെയും ഇന്ന് BJPക്ക് ആവശ്യമുണ്ട് എന്ന് മാത്രമല്ല, BJPയിൽ അങ്ങനെയുള്ള മെയ് വഴക്കമുള്ള കാലിബറുള്ള നേതാക്കന്മാരുടെ കുറവ് അവർ സമ്മതിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ശശി തരൂരിനെ 2 തോളിലായിട്ട് BJPക്കാർ ചുമക്കുന്നതിൻ്റെ, ഇന്ന് 2 കൈയും നീട്ടി സ്വീകരിച്ച് തോളിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതിൻ്റെ അർത്ഥം ശശി തരൂരിനോടുള്ള സ്നേഹമല്ല, മറിച്ച് കോൺഗ്രസ്സിനോടുള്ള ബഹുമാനവുമല്ല, ഇന്ത്യയോടുള്ള കൂറുമല്ല, തൻ്റെ പ്രസ്ഥാനത്തിന് മതിയായ കാലിബറുള്ള ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള നയന്ത്ര ടെക്നിക്കുകൾ അറിയാവുന്ന എഫിഷ്യൻ്റായിട്ടുള്ള ലീഡേഴ്സിൻ്റെ കുറവാണ് അത് സൂചിപ്പിക്കുന്നത്. ആ കുറവ് പരിഹരിക്കുന്നതിനാണ് കോൺഗ്രസ് പോലുള്ള ഒരു പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിൽ നിന്ന് നേതാക്കന്മാരെ തോളിൽ ചുമക്കേണ്ട ഗതികേട് ഇന്ന് BJPക്ക് വന്നത് എന്നുള്ളതാണ്. അപ്പം രാഷ്ട്രീയ സേവനത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലും വേണ്ടത്ര പരിചയമോ പാരമ്പര്യവും ഇല്ലാത്ത ആ പ്രസ്ഥാനത്തിന് നേതാക്കന്മാർ കുറവായി പോയി എന്നുള്ളത് മുമ്പിനാലെ തന്നെ എല്ലാ ജനങ്ങൾക്കും അറിയാം എന്നുള്ളതാണ്. കാരണം തൽക്കാലത്തെ നേട്ടങ്ങൾക്ക് വേണ്ടി സഡൻ എണീക്കുന്ന നേതാക്കന്മാരാണ് ആ പ്രസ്ഥാനത്തിലുള്ളത്. അത് സെൻസിറ്റീവായിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള, മതപരമായിട്ടുള്ള ചില ഇമോഷൻസിനെ വിറ്റ് കാശാക്കിക്കൊണ്ട് അധികാരത്തിലേറുന്നവരായതുകൊണ്ടാണ് അവർക്ക് ആ കുറവുണ്ടായത് എന്നുള്ളതാണ്.